താരസംഘടനയായ അമ്മയെ നയിക്കാൻ പുതിയ നേതൃത്വം. പുതിയ പ്രസിഡന്റായി നടി ശ്വേതാ മേനോൻ വിജയിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്ത പുറത്തുവരുന്നു. അമ്മയുടെ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്നിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2 സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് 2 വനിതകൾ എത്തുന്നു എന്നുള്ളതാണ്. അഭിനയ മേഖലയിൽ തങ്ങളുടെ കയ്യൊപ്പ് പതിപ്പിച്ച ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനുമാണ് അമ്മയുടെ തലപ്പത്തേക്ക് വന്നിരിക്കുന്നത്. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. നടൻ ദേവനായിരുന്നു ശ്വേതാ മേനോനോട് എതിരായി മത്സരിച്ചത്. വോട്ടിൻ്റെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുന്നു. ശ്വേതാ മേനോൻ അമ്മയുടെ തലപ്പത്തേക്ക് എത്തി. മോഡലിംഗ് രംഗത്തിലൂടെ ഈ മേഖലയിലേക്ക് കടന്നു വന്ന, സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന ആളാണ് ശ്വേതാ മേനോൻ. അനശ്വരം എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെയാണ് ശ്വേതാ മേനോൻ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. സിനിമാ രംഗത്ത് തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച നടിയായി ശ്വേത മാറി. മോഡലിംഗ് രംഗത്തും തൻ്റെ സംഭാവനകൾ കൊണ്ട് ശ്രദ്ധേയായ നടിയാണ് ശ്വേതാ മേനോൻ. ഇപ്പോൾ അമൽനാഥ് ചേരുകയാണ്. അമൽനാഥ്, അമ്മയുടെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, അല്പസമയം മുൻപാണ് ഈ അമ്മയുടെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത്. ഇപ്പോൾ ശ്വേത കുക്കു, അതായത് നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ നോക്കിക്കണ്ടതാണ്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഈ ഭാരവാഹിത്വത്തിലേക്ക് അല്ലെങ്കിൽ തലപ്പത്തേക്ക് സ്ത്രീകൾ എത്തുമോ എന്നത് വലിയ രീതിയിൽ ഉറ്റുനോക്കിയിരുന്നതാണ്. നിലവിലിപ്പോൾ അതുതന്നെ നടന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശ്വേത പ്രസിഡന്റായും ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിയായി കുക്കുവും വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ദേവനുമായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മത്സരിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ ശ്വേത പ്രസിഡന്റ് സ്ഥാനത്ത് വിജയിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഭാരവാഹികളുടെ ആ ഒരു സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ഫലപ്രഖ്യാപനവും വന്നിട്ടുണ്ട്. ട്രഷററായി ഉണ്ണി ശിവപാൽ വിജയിച്ചിരിക്കുന്നു. ഒപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയും ലക്ഷ്മി പ്രിയയും വിജയിച്ചു. ഒപ്പം ഇത്തരത്തിൽ ഉള്ള റിസൾട്ടുകളാണ് പുറത്തു വന്നത്. ഒരുപക്ഷെ അമ്മ ചരിത്രത്തിലെ തന്നെ ആദ്യമായാണ് ഒരു വനിത തലപ്പത്തെത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഈ കാര്യം എന്നതും കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നിരവധി പേരായിരുന്നു ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജഗദീഷ് അടക്കമുള്ളവർ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. എന്നാൽ ജഗദീഷൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അമ്മയുടെ ഈ തലപ്പത്ത്, അതായത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത തന്നെ എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ പത്രിക പിൻവലിക്കുന്നതാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ നിരവധി പേർ ഈ പത്രിക പിൻവലിച്ചു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊരു മത്സരമാണ്, ഒരു തെരഞ്ഞെടുപ്പാണ്, അപ്പോൾ നമുക്ക് മത്സരിക്കാം, അതിൽ ആരാണോ വിജയിക്കുന്നത് അവർ ആ ഒരു സ്ഥാനത്തേക്ക് എത്തട്ടെ എന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു ദേവന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തു തന്നെയായാലും എല്ലാവരും ഉറ്റുനോക്കിയ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അമ്മയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീ എത്തിയിരിക്കുന്നു. ശ്വേതാ മേനോൻ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണം. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത്. 3 മണിക്കൂറോളം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പായിരുന്നു. 1 മണിയോടുകൂടി തന്നെ തിരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. പിന്നീട് 2 മണിയോടെയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. ഏകദേശം ഒരു 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വോട്ടെണ്ണൽ പ്രക്രിയയാണ് ഉണ്ടായത്. അല്പസമയത്തിനകം ഇവിടെ ഈ താരസംഘടനയുടെ ഭാഗമായി പ്രസ് മീറ്റ് നടക്കും. ഈ മാധ്യമങ്ങളുടെ ആ ഒരു പ്രസ് മീറ്റിലാണ് വിശദമായ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയും എത്ര വോട്ടിന് വിജയിച്ചു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുക എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്.